കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗിൽ വലിയ ഭിന്നതയാണ്, പൊട്ടിത്തെറിയാണ്. കോഴിക്കോട് നോർത്ത് വനിതാ ലീഗ് മണ്ഡലം സെക്രട്ടറി റംല രാജിവെച്ചു. രാജിക്കൊരുങ്ങി നല്ലം ഡിവിഷനിലെ വാർഡ് കമ്മിറ്റികളും എന്ന വിവരം മുഹമ്മദ് ഷഹീദ് പങ്കുവയ്ക്കുന്നുണ്ട്. ഷഹീദ്, ഗൗരവമുള്ള തർക്കമാണോ ലീഗിൽ സംഭവിക്കുന്നത്? 25 ഡിവിഷനിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയാതെ മാറ്റിവെക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി വാർത്താസമ്മേളനം പോലും വിളിക്കാതെ ഒരു വാർത്താക്കുറിപ്പ് വഴിയാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തർക്കം നേരിടുന്നത് മുസ്ലിം ലീഗിൻ്റെ, പ്രത്യേകിച്ചും വിജയസാധ്യതയുള്ള ലീഗിൻ്റെ ബെൽറ്റായ തീരദേശ മേഖലകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനമായും കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് റംല ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അവരവിടെ മൂന്നാലിംഗൽ ഡിവിഷനിൽ അവരുടെ കൗൺസിലറായിരുന്നു. അവിടെ തന്നെ തനിക്ക് തുടർന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പുറത്തു നിന്നുള്ള ചില ഇടപെടലുകളാണ് സ്ഥാനാർത്ഥി സഫ്രി വെള്ളയിലാണ് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് അട്ടിമറിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് നല്ലടത്ത് വലിയ രൂക്ഷമായ പ്രശ്നം. നല്ലടത്ത് VP ഇബ്രാഹിം എന്നയാളാണ് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഇബ്രാഹിമിനെതിരെ അവിടെയുള്ള വാർഡ് ഏകദേശം 3-4 വാർഡ് കമ്മിറ്റികൾ കൂട്ടമായി രാജിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് രാത്രിയോടുകൂടി അവിടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ അതിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ തർക്കത്തിലേക്ക് അത് പോകുന്ന സാഹചര്യമുണ്ടാകും. ഏറ്റവും പ്രധാനമായും രൂക്ഷമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇയാളുടെ സ്വന്തം താല്പര്യം നടപ്പാക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലൊരു ഇടപെടൽ, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏകപക്ഷീയമായ ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുഖദാറിൽ പ്രശ്നമാണ്. മുഖദാറിൽ യൂത്ത് ലീഗ് നേതാവ് ജിഷാനാണ് സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. പക്ഷേ അതിനെതിരെയും അവിടെ മുഖദാറിൽ എതിർപ്പിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം മുസ്ലിം ലീഗിന്റെ വലിയ ബെൽറ്റാണ്. മുസ്ലിം ലീഗ് വലിയ വോട്ട് ബാങ്കുള്ള സ്ഥലങ്ങളിലാണ് ഈ തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നത് എന്നുള്ളത് തന്നെയാണ്. പന്നിയങ്കരയിലും ഒപ്പം തന്നെ അരക്കിണർ ഉൾപ്പെടെയുള്ള ഡിവിഷനുകളെല്ലാം പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചും കോഴിക്കോട് സൗത്ത് നിലനിൽക്കുന്ന സൗത്ത് മണ്ഡലം പരമ്പരാഗതമായ ലീഗിന്റെ മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണയാണ് അത് CPM പിടിച്ചത്. പക്ഷേ INL-ലൂടെ CPM LDF പിടിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു പരമ്പരാഗത മണ്ഡലത്തിൽ തന്നെ, നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ലീഗിന് പരമ്പരാഗതമായി ശക്തിയുള്ള മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ഗൗരവമുള്ള തർക്കങ്ങളുണ്ട് എന്നാണ് മുഹമ്മദ് ഷഹീദ് നൽകുന്ന വിവരം.